ഹലോ, അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റഷീനയാണ്, ആരും മറന്നിട്ടില്ലല്ലോ. ആരും മറക്കില്ല, അതെനിക്കറിയാം. പിന്നെന്താ, ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെ നിന്ന് ഈ പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും സമയം, പിന്നെ അപ്ലോഡ് ചെയ്യാൻ കുറേ സമയം വേണം കേട്ടോ. നമുക്ക് നെറ്റ് ഇഷ്യൂ കാരണം നല്ല സമയം വേണം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ വീട് ഓടൊന്നും മേഞ്ഞിട്ടില്ല, അത് കണ്ടോ, ഓട് മേഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. മൊത്തം ഇന്നാണ് കമ്പിയുടെ പണിയൊക്കെ കഴിഞ്ഞത്. ഇനി നാളെയാണ് ഓട് മേയുന്നത്. അപ്പം എന്താ, എത്ര നമ്മൾ ഒരു പണിയാണെങ്കിലും നമ്മൾ കൂടെ നിൽക്കണം. ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും കൂടെ നിന്നല്ലേ പറ്റൂ. അതാണ് എനിക്ക് സമയം കിട്ടാതായത്. പിന്നെന്താ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ നിലവിലെ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ അങ്ങനെയും ഇങ്ങനെയും ഇവിടെ വരെ എത്തി. ഇന്ന് വരെ മഴയൊന്നും പെയ്തില്ല. മഴ പെയ്താൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞ് നല്ല ടെൻഷനിലായിരുന്നു ഞാൻ. കാരണം ഇപ്പോഴുള്ള പണി കുറച്ച് കൂടും എനിക്ക്. അപ്പോൾ മഴ പെയ്യോ എന്നുള്ള ആവലാതി ഉണ്ടായിരുന്നു. ഇന്ന് വരെയും മഴ പെയ്തില്ല. ഇനി ഇന്ന് എന്താണെന്നറിയില്ല. നമ്മൾ ടാർപ്പായി ഉണ്ടോ, ടാർപ്പായി നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പത്തിന് സമാധാനമാവുമല്ലോ. എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പായ കൊണ്ടുവന്ന് കൊടുത്തു കിട്ടും. അപ്പോൾ അവരതിന് ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, അതാ എല്ലാം മേഞ്ഞിട്ടില്ല, എവിടെയും മേഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നിലവിലെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വൃത്തിയാക്കാതെ ഇട്ടുപോയ മഴ പെയ്ത ആകെ കൂടെ ഇടങ്ങേറാവും കേട്ടോ. പിന്നെ പണി ഇരട്ടിയാവും. അപ്പോൾ പിന്നെ എനിക്കും ചെയ്യാൻ പറ്റില്ല, ഇക്കാക്കും ചെയ്യാൻ പറ്റില്ല. ഇക്കപ്പാടെ ഇടങ്ങേറ്, എന്താ പറയുക, എല്ലാം പാടെ നമുക്കിത് ചെയ്യണ്ടെന്ന് വാപ്പാനോട് പറയാനും പറ്റില്ല. കാരണം ഈ മഴക്കാലത്ത് നിൽക്കില്ല, പറ്റില്ല എന്തായാലും. അപ്പോൾ ഈ വാപ്പ ചെയ്യണ്ടെന്ന് പറയാനും പറ്റില്ല. രണ്ടും കെട്ടൊരു സാഹചര്യത്തിൽ ായിരുന്നു. പിന്നെ വാപ്പ നമ്മുടെ വിഷമം ആലോചിച്ചിട്ടാണ് കടം വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പ ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ചെയ്തേ പറ്റൂ. അടിച്ച് മൊത്തം വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ പടിയില്ലല്ലോ. എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ മഴ പെയ്ത് ഇടങ്ങേറാവണേനേക്കാളും ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പൊളിച്ച ദിവസമാണ് കേട്ടോ. ഇത് പൊളിച്ച് അവർ കമ്പിയൊക്കെ അടിച്ച് അന്ന് വൈകുന്നേരം തന്നെ ഞാനും ഇക്കയും ഫഹിക്കുട്ടനും, കുഞ്ഞുമില്ലാട്ടോ, കുഞ്ഞു വീട്ടിലാണ്. ഫഹിക്കുട്ടനും എല്ലാം പാടെ അടിച്ചങ്ങോട്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ. എന്തായാലും ചെയ്ത പിന്നെ അത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഫൈമോനാണ്, ഇമ്മക്ക് വയ്യാലോ, ഞാൻ ചെയ്യാം, ഞാനടിക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഒരേ ചെയ്യലായിരുന്നു കേട്ടോ കൂടെ. ഇക്കാനോടും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല. ഇക്കയും സഹായിക്കണം പറഞ്ഞിട്ട് ചെയ്യണം. കാരണം എനിക്കിങ്ങനെ റെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇക്കാക്ക് ഭയങ്കര ടെൻഷനാണ്. ഇക്കാരനെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പോൾ അതൊന്നും നടക്കില്ല. പിന്നെ എല്ലാം കൂടെ വാപ്പാക്ക് എന്തിനാ വെറുതെ ബാധ്യത കൊടുക്കുന്നത് പറഞ്ഞിട്ട്, ഇത് ഇത്രയല്ലേ ഉള്ളൂ, നമ്മളെല്ലാവരും കൂടെ ഒരു മണിക്കൂർ നിന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ നിന്നു കേട്ടോ. അടിച്ച് എന്തായാലും മൊത്തം പൊടിയായിരുന്നു കേട്ടോ. കാരണം ഷീറ്റ് കറക്റ്റായിട്ട് വെച്ചിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ റൗണ്ടിൽ പോയതൊക്കെ ചുമരൊക്കെ അവർ തട്ടി ലെവലാക്കി. അപ്പോൾ അത് മൊത്തം പൊടിയായിരുന്നു, ഫ്രിഡ്ജിൻ്റെ മുകളിലടക്കം പൊടിയായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് തട്ടുക, പിന്നെ തട്ടിയിട്ട് എല്ലാം തട്ടി അങ്ങോട്ട് കോരിക്കളയുക. പിന്നെ ചവറ് കുറേ വീണിട്ടുണ്ടായിരുന്നു ഷീറ്റിൻ്റെ മുകളിൽ നിന്ന്, അതും ഒന്ന് അടിച്ച് കളയുക. പിന്നെ അവർ ചെയ്യുമ്പോൾ അത്യാവശ്യം പൊടികളെല്ലാം ഉണ്ടാവുള്ളൂ. അത് പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒറ്റ വൃത്തിയാക്കലും മതി. ഇതിപ്പോൾ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നല്ല പണിയിടും. കാരണം പെട്ടെന്ന് മഴ പെയ്ത ചവറ് പൊടി എല്ലാം കൂടി ആകുമ്പോൾ നല്ല പണിയാവും. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് ചെയ്തിടാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ മുന്നിട്ട് നിന്ന്. ഇക്ക പറയുന്നുണ്ട് വെറുതെ ഇടങ്ങേറാവണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇക്കയും സഹായിച്ച് അങ്ങനെ ചവറൊക്കെ വാരി ഞാനും ഫൈക്കൂട്ടനും കൂടെ വാരി അപ്പുറത്തെ തൊടിയിൽ കൊണ്ട് ഇട്ടിരുന്നു കേട്ടോ. എല്ലാം അങ്ങോട്ട്. ഇക്കാക്ക് പൊടിയായിട്ട് തുമ്മൽ വരും, ഇക്ക വേണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും കേൾക്കില്ല. കണ്ടോ, തട്ടുന്നത് എൻ്റെ കണ്ണ് ഒപ്പി അങ്ങനെ ഓർന്ന് ചെയ്യുമ്പോൾ ഫൈക്കൂട്ടൻ കണ്ടോ, ഫൈക്കൂട്ടൻ വാങ്ങിക്കുകയാണ്. ഞാൻ ചെയ്തോളപ്പം അവൻ അങ്ങനെയാട്ടോ എന്ത് പണി. പക്ഷെ കുഞ്ഞങ്ങനെയല്ല, അവൻ ഞങ്ങൾ എന്ത് പണിയെടുക്കണമെങ്കിലും ഒപ്പം വരും. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കൂടെ വരും കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങോട്ട് കണ്ട അടുത്ത് വരി ഞാൻ കൊണ്ടിടാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുകയാണ്.
അപ്പോൾ ഞാൻ അങ്ങോട്ട് പിടുങ്ങിയിട്ട് കൊണ്ടുപോയി ഇടാൻ പോവാണ് കേട്ടോ. ഇക്കൊക്കെ തുമ്മൽ അലർജി ഉണ്ട് കേട്ടോ, പൊടിയൊക്കെ. അപ്പോൾ അത് വന്നാൽ പിന്നെ ആകെ ഇടങ്ങേറാണ്. പിന്നെ തുമ്മി തല അങ്ങോട്ട് ഇളകും. അത് പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയും ഇങ്ങനെയും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് മൊത്തത്തിൽ അത് ചപ്പ് ചവറ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൃത്തിയാക്കലൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൃത്തിയാക്കലിന് ഇറങ്ങുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ നൈറ്റ് ആവുന്നുണ്ട്, 6:30 ആവുന്നുണ്ട് പണി കഴിഞ്ഞിട്ട്. അവരെല്ലാം പോയി. പിന്നെ നമ്മൾ വീട് പൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും സമയമാവുന്നുണ്ട്. പിന്നെ അവിടെ പോയി വീഡിയോ എഡിറ്റിങ് ചെയ്ത് പിന്നെ ഈ അപ്ലോഡ് ചെയ്യേണ്ട സമയം വളരെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചില സമയമൊക്കെ വണ്ടിയെടുത്ത് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ടാണ് അപ്ലോഡ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ രണ്ടാൾക്കും വയ്യാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതായത്. അപ്പോൾ എന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, വീഡിയോസിനൊരു ലൈക്ക് കൊടുക്കുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത്. ടാറ്റാ ബൈ.